കഴിഞ്ഞ ദിവസങ്ങൾ നമുക്ക് വലിയ ആവേശത്തിൻ്റെ, പ്രതീക്ഷയുടെ, അതേസമയം ഉദ്യോഗജനകമായ ആശയും ആശങ്കയും ആകാംക്ഷയും ഉത്കണ്ഠയും നിറഞ്ഞ, സന്തോഷവും നിരാശയും നിറഞ്ഞു നിൽക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുടെ, തെരഞ്ഞെടുപ്പിൻ്റെ, വോട്ടിങ്ങിൻ്റെ, കാത്തിരിപ്പിൻ്റെ, ഫലപ്രഖ്യാപനത്തിൻ്റെ, അതനുസരിച്ചിട്ടുള്ള പുതിയ ചുവടുവെപ്പുകളുടെയൊക്കെ ദിവസങ്ങളായിരുന്നു. ഇതിനിടയിൽ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കുറ്റപ്പെടുത്തുന്നുണ്ട്. നിങ്ങളുടെ കൂടെ കൂടിയേ പിന്നെയാണ് ഈ ഗതി വന്നത്, കാലുവാരി പാലം വലിച്ചു, അല്ലേ? തിരിച്ചുമുണ്ട്, പിന്തുണ കൊണ്ട് ഗുണം കിട്ടി, ഞങ്ങൾ വിജയിക്കാൻ കാരണം നിങ്ങളാണ്. ഇങ്ങനെ രണ്ട് ഭാഗത്തുമുള്ള വർത്തമാനങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട്. ഇതിപ്പോൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പാണ് നടന്നു കഴിഞ്ഞത്. ഇതിനേക്കാൾ വലിയ മത്സരം ഇനി നിയമസഭയിൽ വരാൻ പോവുകയാണ്. ഇതേ സാഹചര്യങ്ങളും അവസ്ഥകളുമൊക്കെ അന്നും ഉണ്ടാകാനുണ്ട്. ചിലപ്പോൾ ഇപ്പോൾ പരാജയപ്പെട്ടു പോയവരൊക്കെ അപ്പോൾ വിജയിക്കും. ഇവിടെ വിജയിച്ച പാർട്ടികളൊക്കെ ആ സമയത്ത് പരാജയപ്പെടും. ഇങ്ങനെ ജയപരാജയങ്ങൾക്ക് അവസരങ്ങളുള്ള ഓരോ തെരഞ്ഞെടുപ്പുകളും നൽകുന്ന വലിയൊരു മുന്നറിയിപ്പുണ്ട് കേട്ടോ. വീണ്ടും ഒരു ജയപരാജയങ്ങൾക്ക് അവസരം ലഭിക്കാത്ത ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തെ കൂടി നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്നുണ്ട് എന്ന് നമ്മളൊക്കെ അറിഞ്ഞോ അറിയാതെയോ ആ പ്രക്രിയയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക. കവി പറയുന്നുണ്ട്, തമുറു അയ്യാമുന തമുറു അയ്യാമുന വദ്ദഹ്റു യസ്അലനാ അയ്യുത്തൊരീഖൈനി ഖദ്ഹ്തർത മുജ്തഹിദാ ഹാദാ സബീലു അദിയുൻ നൂറും വബസീറത്തുൻ ഹഖും വദാലിക ദർബു ഹവാ ളുമത്തുൻ ദുനിയാ ഖറാറു ഇഖ്തിയാരിൻ ലൈസ മുർതജിആ ഫഖ്തിർ ലിനഫ്സിക ഖബ്ല മൗതിക മൻസിലതൻ ഇമ്മൽ ഹനാന വ ഇമ്മൽ ഹുസ്നൽ ജുസ്ആ. ഈ കവിത ഇങ്ങനെ ആരംഭിക്കുന്നത് കുറച്ചും കൂടെ നമ്മുടെ മനസ്സുകളെയൊക്കെ പല വേദനകളും വിഷമങ്ങളെയൊക്കെ ഇങ്ങനെ തട്ടി ഉണർത്തിയിട്ടാണ്. അതബ്ഖൽ ഉയൂനു വലാ തദ്രി ലിമൽ ബുകാ അമിൽ കൽബു യബ്ഖി അലാ മഖദ് മാ മലാ. എന്തിനാണെന്ന് അറിയാതെ ഇങ്ങനെ കണ്ണും ഹൃദയമൊക്കെ നമ്മൾ അറിയാതെ തന്നെ കരഞ്ഞു പോകുന്നുണ്ടോ? ഇന്നലകളിൽ കഴിഞ്ഞുപോയ, കടന്നുപോയ ആ വ്യർത്ഥമായ സാഹചര്യങ്ങൾ ഓർത്തുകൊണ്ട് കാലം നമ്മോട് ചോദിക്കുകയാണ്. തമുറു അയ്യാമുന വദ്ദഹ്റു യസ്അലുനാ അയ്യുത്തൊരീഖൈനി ഖദ്ഹ്തർത മുജ്തഹിദാ. ഇവിടെ പല വഴികളുണ്ടായിരുന്നില്ലേ? നീ ഏത് വഴിയാണ് നീ തെരഞ്ഞെടുത്തത്? ഹാദാ സബീലു അദിയുൻ, എൻ്റെ വഴി ഉണ്ടായിരുന്നില്ലേ? നൂറും വ ബസീറത്തുൻ ഹഖുൻ, വെളിച്ചത്തിൻ്റെ, വെട്ടത്തിൻ്റെ പ്രകാശമായ സത്യത്തിൻ്റെയും യാഥാർത്ഥ്യത്തിൻ്റെയൊക്കെ ഒരു നേർവഴി നീ കണ്ടിരുന്നില്ലേ? വദാലിക ദർബു ഹവാ ളുമത്തു, അതുപോലെ തന്നെ നമ്മുടെ തന്നെ സ്വന്തം ദേഹേച്ഛകളുടെ കുറേ വഴികൾ വേറെ ഉണ്ടായിരുന്നു. നമ്മൾ ഉണ്ടാക്കിയ നമ്മുടേതായ കുറേ അക്രമങ്ങളുടെ, അനീതിയുടെ കുറേ വഴികൾ ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദുനിയാ ഖറാറു ഇഖ്തിയാരിൻ,
ഈ ഓരോ തെരഞ്ഞെടുപ്പുകളും ഉണ്ടല്ലോ, നമ്മുടെ ഈ ദുനിയാവിലെ ഓരോ തെരഞ്ഞെടുപ്പുകളും ലൈസ മുർത്തജ, ഇനി ഒരിക്കലും മടങ്ങി വരാത്ത മറ്റൊരു തെരഞ്ഞെടുപ്പിനെ കുറിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് നമ്മൾ ഈ നടത്തിക്കൊണ്ടിരിക്കുക. ഒരിക്കലും ഇനി ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വീണ്ടും ഒരു അവസരം നമുക്ക് ലഭിക്കുകയില്ലാത്ത വണ്ണമുള്ള നമ്മുടെ അവസാനത്തെ തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഫഖ്തിർ ലിനഫ്സിക ഖബ്ല മൗതിക മൻസില, ആ മരണമെന്ന് പറയുന്ന നമ്മുടെ ഒരു പ്രചരണങ്ങളൊക്കെ അവസാനല്ലേ മരണം. പിന്നെ അവിടെ ഒരു അവസരമില്ല തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനോ ഇല്ല. ഒരു നിശ്ചിത ദിവസം കഴിഞ്ഞാൽ, ആ എലക്ഷന്റെ തൊട്ട് മുമ്പത്തെ ദിവസം കഴിഞ്ഞാൽ പിന്നെ അവസരമില്ലല്ലോ എന്ന് പറഞ്ഞ മാതിരി മരണം അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ, നിങ്ങളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ തെരഞ്ഞെടുപ്പിനൊന്നും നിങ്ങൾക്ക് അവസരമില്ല. പിന്നെ എന്താണ് നമുക്ക് കിട്ടാൻ പോകുന്നത്? ഇമ്മൽ ഹനാന വ ഇമ്മൽ ഹുസ്ന വൽ ജുസ്അ, സന്തോഷമാണോ ദുഃഖമാണോ എന്താണോ നമ്മുടെ കർമ്മഫലങ്ങൾ അനുസരിച്ച് കൊണ്ട് വരാനിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളൊന്ന് എന്ത് വേണം? ജാഗ്രതയോടുകൂടി ബോധപൂർവം, ഇനിയൊരു മടക്കമില്ല നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിന്. അദ്നിയ ഖറാർ ഇഖ്തിയാരിൻ ലൈസ മുർത്തജ, ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ, തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നെ മടക്കമില്ലാത്തൊരു ദിവസത്തിലേക്ക് വരികയാണ്. ഒരു ഭാഗത്ത് ഹക്കുണ്ട്, മറ്റൊരു ഭാഗത്ത് ബാത്തിലുണ്ട്. ഒരു ഭാഗത്ത് അള്ളാഹുവിന്റെ മാർഗദർശനം, നമ്മുടെ ഇഹപര ജീവിത വിജയത്തിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല കനിഞ്ഞരുളി ഹിദായത്തിന്റെ മാർഗം. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഒന്നിനും സംശയമില്ലാത്തവണ്ണം ജീവിതവുമായി എന്താണോ നിങ്ങൾക്ക് ആവശ്യം, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിപൂർണമായ നമ്മുടെ തേട്ടങ്ങൾക്കുള്ള ആവശ്യങ്ങളുള്ള ദീനുൽ ഇസ്ലാം നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പുറത്ത് ജാഹിലിയത്തുണ്ട്, ഇപ്പുറത്ത് കുഫറുണ്ട്, ശിർക്കുണ്ട്, താഊത്തുണ്ട്. ഇസ്ലാം വിരുദ്ധ ശക്തികൾ വെച്ച് നീട്ടുന്ന കുറെ മാർഗങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഏതാണ് നിങ്ങളുടെ തെരഞ്ഞെടുപ്പ്? അവിടെ നമ്മൾ ഏതാണോ തെരഞ്ഞെടുത്തത് അതിന്റെ ഫലം നമ്മൾ അനുഭവിക്കേണ്ടതുണ്ട്. ഈ മരണത്തോടുകൂടി ഫഖ്തിർ ലിനഫ്സിക ഖബ്ല മൗതിക മൻസില, ആ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള അവസരം ഉണ്ടാവൂല. പിന്നെന്താ? നമ്മൾ ആ ഭരണ നേട്ടങ്ങളും കോട്ടങ്ങളും അനുഭവിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞില്ലേ, നമ്മൾ തെരഞ്ഞെടുത്തു, നമ്മുടെ അധികാരികളെ നമ്മൾ തെരഞ്ഞെടുത്തു, നമ്മൾ അനുഭവിക്കുകയാണ്. ഇപ്പോ നമ്മൾ പറയാറുണ്ട് നരകതുല്യം അല്ലേ, എന്തൊരു ബുദ്ധിമുട്ടാണ്, എന്തൊരു അവസ്ഥയാണ്. പ്രിയമുള്ളവരെ, ഈ ഇഹലോക ജീവിതം നമ്മളൊന്ന് വിലയിരുത്തി നോക്കൂ. നാളത്തെ പരലോക ജീവിത യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഇഹലോക ജീവിതത്തെ ഒന്ന് ബന്ധപ്പെട്ട് നോക്കൂ. നമ്മൾ പെട്ടുപോയി, വോട്ട് ചെയ്തിട്ട് പെട്ടുപോയിട്ട് ദുരനുഭവങ്ങൾ വരുന്നുവെങ്കിൽ പിന്നെ നമ്മൾ ഖേദിച്ചിട്ട് ദുഃഖിച്ചിട്ട് അസ്വസ്ഥതപ്പെട്ട് എന്ത് കാര്യം? ഇന്ന വഅദല്ലാഹി ഹഖ്, ആ വാഗ്ദാനം, അങ്ങനെ ഒരു സംഭവം നിങ്ങൾ അനുഭവിക്കും, നമ്മൾ അനുഭവിക്കും. നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരാനിരിക്കുന്ന ഒരു യൗമുൽ ഹിസാബ്, ഒരു വിധി നിർണായകമായ ദിവസം നമ്മുടെ മുമ്പിൽ വരാനുണ്ട്. ജീവിതമാകുന്ന ആ ഉത്തരക്കടലാസിൽ നമ്മൾ ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ബാലറ്റ് പേപ്പറിൽ ആരാണ് നമ്മൾ, ആർക്കാണ് വോട്ട് ചെയ്യുന്നത്, ആരാണ് നമ്മുടെ പാർട്ടി, എന്താണ് നമ്മുടെ പ്രകടന പത്രിക. ഇല്ലേ, കുറെ പ്രകടന പത്രികകൾ ഇങ്ങനെ വന്നു. ഏത് പ്രകടന പത്രികക്ക് അനുയോജ്യമായിട്ടാണ്? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. എല്ലാം കൃത്യമായിട്ട് ആ പ്രകടന പത്രികയെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, ഒക്കെ നിങ്ങൾക്ക് കൃത്യമായി തന്നു. അങ്ങനെ സമയം കഴിഞ്ഞു. ഇനി എന്താ? ഹാദാ മാ തുഅദൂന ലിയൗമിൽ ഹിസാബ്. നമ്മൾ കാത്തിരുന്നാൽ ഡിസംബർ ആ 9, 10, 11 ആ വോട്ടെടുപ്പ് അങ്ങോട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കാത്തിരിക്കുകയായിരുന്നു. എന്ന് ശനിയാഴ്ച ആകാൻ വേണ്ടിയിട്ട് 13-ാം തീയതി യൗമുൽ ഹിസാബ് ഉറപ്പായും സംഭവിക്കും. ഹാദാ മാ തുഅദൂന ലിയൗമിൽ ഹിസാബ്. നമുക്ക് ഉറപ്പായി സംഭവിക്കുന്ന ആ വിധിയിൽ നമ്മൾ പിന്നെ തൃപ്തിപ്പെട്ടേ പറ്റൂ. നമ്മുടെ ചെയ്തികൾക്കനുസരിച്ച്, നമ്മുടെ വോട്ടിംഗ് അനുസരിച്ച്, നമ്മുടെ തെരഞ്ഞെടുപ്പ് അനുസരിച്ച് നമ്മൾ അതിന്റെ ഫലം നമ്മൾ അനുഭവിക്കണം. പ്രിയമുള്ളവരെ, ഈ കഴിഞ്ഞ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ആ യാഥാർത്ഥ്യം നമ്മൾ എന്താണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്?
യബ്ലുവക്കും അയ്യക്കും അഹ്സനു അമല. അള്ളാഹു നമുക്ക് ഈ ജീവിത മരണങ്ങൾക്കിടയിലുള്ള നമ്മുടെ ഈ സമയം ഈ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി നമ്മൾ എങ്ങനെയാണ് വിനിയോഗിച്ചത്? ദാവൂദ് നബി അലൈഹിസ്സലാം, അള്ളാഹു സുബ്ഹാനഹു വ തആല ദാവൂദ് നബിക്ക് ഭൂമിയിൽ അധികാരം നൽകുന്നുണ്ട്. ഈ ദുനിയാവിൻ്റെ അധികാരം നൽകി. എന്നിട്ട് ആ ഭരണ വിജയ പരാജയത്തെ, ദുനിയാവിലെ രാഷ്ട്രീയ അധികാര ഭരണത്തെ വിലയിരുത്തിക്കൊണ്ട് അള്ളാഹു പറയുന്നൊരു പരലോക വർത്തമാനമുണ്ട്. എൻ്റെ മുമ്പിൽ സ്ഥാനാർത്ഥികൾ ഇരിപ്പുണ്ടോ വിജയിച്ച? ഇവിടെയുള്ള സകല അധികാരികൾക്കുമുള്ള താക്കീതാണ് കേട്ടോ വിശുദ്ധ ഖുർആനിന്റെ. സൃഷ്ടികളായ സകല സ്ഥാനാർത്ഥികൾക്കുമല്ല, വിജയിച്ച അധികാരികൾക്കുമുള്ള സ്രഷ്ടാവിന്റെ താക്കീതാണ്. യാ ദാവൂദ് ഇന്നാ ജഅൽനാ ഖലീഫതൻ ഫിൽ അർദ്. ദാവൂദേ അലൈഹിസ്സലാത്തു വസ്സലാം, അല്ലാഹു അദ്ദേഹത്തെ ഭൂമിയിൽ അധികാരിയാക്കി. എന്നിട്ട് പറഞ്ഞു, ഫഹ്കും ബൈനന്നാസി ബിൽ ഹഖ്. സത്യമനുസരിച്ചിട്ട്, ഹക്ക് അനുസരിച്ചിട്ട് വേണം ജനങ്ങൾക്കിടയിൽ ഭരണം നടത്താൻ, വിധി കൽപ്പിക്കുവാൻ. വലാ തത്തബിഇൽ ഹവാ. അവിടെ നിങ്ങളുടെ തോന്നിയവാസങ്ങൾ ഉണ്ടല്ലോ, സത്യത്തിന് വിരുദ്ധമായി, നീതിക്കും ധർമ്മത്തിനും വിരുദ്ധമായിട്ട് നിങ്ങളുടെ താല്പര്യങ്ങളും നിങ്ങളുടെ തോന്നിയ പോലെയൊന്നും നിങ്ങൾ കാണിക്കാൻ പാടില്ല. ഫയുളില്ലുക അൻ സബീലില്ലാ. അത് അങ്ങനെ നിങ്ങളത് ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഭൂമിയിൽ അധികാരം നിങ്ങൾക്ക് തോന്നിയ പോലെ നടത്തിക്കഴിഞ്ഞാൽ അത് അള്ളാഹുവിൽ നിന്ന്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും നിങ്ങളെ തെറ്റിച്ചു കളയും. എന്നിട്ട് പറയാണ്, ഇന്നല്ലദീന യളില്ലൂന അൻ സബീലില്ലാ. ആരെങ്കിലും അവിടെ അധികാരത്തെ ദുർവിനിയോഗം നടത്തിയാൽ ലഹും അദാബുൻ ശദീദ്. ദുനിയാവിലെ അധികാരത്തിൽ അധികാരം ലഭിച്ചവർ ദുർവിനിയോഗം നടത്തിയാൽ ലഹും അദാബുൻ ശദീദ്, നിങ്ങൾക്ക് കഠിനമായ ശിക്ഷയുണ്ട്. ബിമാ നസൂ യൗമൽ ഹിസാബ്. നിങ്ങൾ എന്താണ് അങ്ങനെ തോന്നിയവാസങ്ങൾ ചെയ്തതെന്നോ, അധികാരം ദുർവിനിയോഗം നടത്തിയതെന്നോ? ദുനിയാവിലെ അധികാരം വെച്ചുകൊണ്ട് നാളത്തെ പരലോകത്തിലെ വിധി നിർണായകമായ ദിവസത്തെ നിങ്ങൾ മറന്നു കളഞ്ഞു. എന്തപ്പോ നിങ്ങൾക്ക് സംശയമുണ്ട്? ഇങ്ങനൊരു അധികാര വർത്തമാനത്തെ പരലോകവുമായി ബന്ധപ്പെടുത്തിയിട്ട് വെറും ദുനിയാക്കാര്യം അല്ലെ, നമ്മൾ അങ്ങനെയല്ല. ദുനിയാക്കാര്യം, മറ്റത് ഉഖ്റവിയായ കാര്യം, ദീനീ കാര്യം എന്ന് വിഭജിച്ചെടുത്ത് ഖുർആനിന് തെറ്റുപറ്റിയതാണെന്ന് തോന്നിയിട്ടുണ്ടോ? വേറെ ആരെങ്കിലും ഇതിലിങ്ങനെ കടത്തിക്കൂട്ടിയതാണ്? കാരണം ഇസ്ലാമിൽ അങ്ങനെ രാഷ്ട്രീയമൊക്കെ പറയാൻ പാടുണ്ട്, അധികാരത്തെക്കുറിച്ച് പറയാൻ പാടുണ്ടോ? ഇവിടുത്തെ കുറെ മതരാഷ്ട്രവാദികളൊക്കെ പറയും പോലെ മതം വേറെയാണ്, രാഷ്ട്രീയം വേറെയാണ് അല്ലെ? ഈ വാദം തന്നെ തെറ്റാണ്. മതരാഷ്ട്രീയ വാദം എന്ന് പറയുന്ന വാദം തന്നെ അബദ്ധമാണ്. അത് രാഷ്ട്രീയത്തിലായാലും മതത്തിലായാലും അല്ലെ? മതവാദികൾ ഇവിടെ ആഘോഷങ്ങളിലും മതത്തിന്റെ പേരിൽ അല്ലെ മദ്യപിച്ച് കൂത്താടിയിട്ട് എന്തൊക്കെ ഇവിടെ കാണിച്ചു കൂട്ടുന്നത്? നബിദിനത്തിൽ വരെ പലപ്പോഴും ആ ബോധം നഷ്ടപ്പെട്ടിട്ട് വാദികളായിട്ട് മാറുകയാണ്. മതത്തിന്റെ പേരിൽ, ദൈവത്തിന്റെ പേരിൽ ആളെ കൊല്ലുന്ന നാടായത്. മതത്തിന്റെയും ദൈവത്തിന്റെയും പേരിൽ ഇതര സമുദായങ്ങളുടെ ആരാധനാലയങ്ങൾ തകർക്കുന്ന നാടാണ്. എന്താ കാരണം? വാദം, മതവാദം. ബോധമാണ് നമുക്കുണ്ടാകേണ്ടത്. ബോധം എന്ന് പറയുന്നത് അത് പരലോകവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അത് നമസ്കാരത്തിലായാലും ശരി, അത് രാഷ്ട്രീയത്തിലായാലും ശരി, കൃത്രിമമായ വിഭജനങ്ങൾ ഇസ്ലാമിലില്ല. ഇസ്ലാം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ആ ജീവിത മരണങ്ങൾക്കിടല്ലത് ഹലക്കൽ മൗത വൽ ഹയാത്ത്. ജീവിത മരണങ്ങൾക്കിടയിൽ എന്തൊക്കെയുണ്ടോ? നോമ്പുണ്ടോ, നിസ്കാരമുണ്ടോ, സക്കാത്തുണ്ടോ, ഹജ്ജുണ്ടോ, ഇതുപോലെ തന്നെ സാമ്പത്തിക ഇടപാടുണ്ടോ, രാഷ്ട്രീയമുണ്ടോ, ഇപ്പുറത്ത് വിദ്യാഭ്യാസമുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ടെല്ലാം നാളത്തെ യൗമുൽ ഹിസാബ്, ആ യൗമുൽ ഹിസാബിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും. എന്തൊരു പേടിയായിരുന്നു നമുക്ക് ആ റിസൾട്ട് വരുന്ന 13-ാം തീയതിക്ക് മുമ്പ്. ഇങ്ങനെ വിറക്കായിരുന്നല്ലോ. യഖാഫൂന യൗമ
യഖാഫൂന യൗമൻ തതഖല്ലബുൽ ഖുലൂബു വൽ അബ്സാർ. കണ്ണൊക്കെ ഇങ്ങനെ മിഴിച്ച് ഹൃദയം പടപടക്കുന്ന ഒരു അവസ്ഥ. യൗമുത് തഗാബുൻ, ലാഭനഷ്ടങ്ങളെ കുറിച്ചിട്ടിട്ട് അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അല്ലെ, ഉറപ്പായിട്ട് ലഭിക്കേണ്ടതായിരുന്നു. ആരോ പാലം വലിച്ചു, പലരും കൂടെയുണ്ടെന്ന് പറയുന്ന പലരും ആ വിധി ഇങ്ങനെ ഓട്ടെണ്ണിക്കഴിഞ്ഞപ്പോ കൂടെ ഇല്ല. അല്ലെ, അങ്ങനെയല്ലേ നമ്മൾ പറയാ? നിങ്ങൾ ധൈര്യമായി ചെയ്തോ. എന്തല്ല, എന്ത് ദീൻ! ഈ പരിഷ്കാര വിദ്യാഭ്യാസ ടെക്നോളജിയും ശാസ്ത്രവും ഒക്കെ ഉയർന്ന ഈ കാലഘട്ടത്തിൽ എന്ത് പടച്ചവൻ, എന്ത് വിശ്വാസം, എന്ത് മതം, ഇതൊക്കെ കുഴപ്പങ്ങളല്ലേ? അങ്ങനെ നമ്മളെ തോന്നിപ്പിച്ചിട്ടുണ്ട് ആര്? ഇവിടത്തെ പൈശാചിക ശക്തികൾ. നമുക്ക് വലിയ ബലമായിരുന്നു നമ്മുടെ ഇബ്ലീസ്, നമ്മുടെ ശൈത്താനിയത്ത്. നിങ്ങൾ ഒറ്റക്കല്ല, ഞങ്ങളൊക്കെ ഉണ്ട്, പേടിക്കണ്ട. ഇവിടുത്തെ ലിബറൽ ഇസ്ലാം വിരുദ്ധ ശക്തികൾ നാണാവൂലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് അവിടെ വെച്ച് ആ വിധി നിർണായകമായ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അതിങ്ങനെ എണ്ണുമ്പോ ആദ്യം മാറണത് ആരാന്നറിയോ? നമ്മുടെ അടുത്തുനിന്ന് ആരാ മാറുക? ഇബ്ലീസ്, ശൈത്താൻ. നമ്മുടെ ഏറ്റവും വലിയ സഖാവായിരുന്നു, ഏറ്റവും വലിയ സുഹൃത്തായിരുന്നു, നമുക്ക് നല്ല ധൈര്യമായിരുന്നു. ഇവിടെ എന്ത് അധർമ്മം ചെയ്യാനും അനീതി ചെയ്യാനും നമുക്ക് വലിയ പ്രേരകമായിരുന്നു, കൂട്ടുകാരനായിരുന്നു നമ്മുടെ. അങ്ങനെ ഒരാളെ അവിടെ മഷിയിട്ട് നോക്കിയാൽ തന്നെ കാണൂല. പലരും ഉണ്ടാവും, പക്ഷെ ഇവിടെ പാർട്ടികളുണ്ട്. ഇവിടെ പലരും ഉണ്ടായിരുന്നില്ലേ, പക്ഷെ അവിടെ പാർട്ടിയില്ല, നേതാക്കളില്ല. നിങ്ങൾ ധൈര്യമായി ചെയ്തോ, ഞാനില്ലേ എന്നാ പറയാ നേതാവ്. അല്ല, എന്തെങ്കിലൊക്കെ ഇപ്പോ കൊട്ടേഷനൊക്കെ ഏൽപ്പിക്കുമ്പോ അങ്ങനെയല്ലേ ചെയ്യാം. അപ്പോ ഈ അണികൾ പോയിട്ട് അവിടെ അക്രമോ അധർമ്മോ ഒക്കെ ചെയ്യും. ഞാൻ ഇടപെട്ടോളാം, ഞാൻ വിളിച്ചു പറഞ്ഞോളാം, നേതാവ് പറയും. കേസൊന്നും ആവാതെ, നിങ്ങൾ പിടിക്കപ്പെടാതെ ഞാൻ നോക്കിക്കോളാം. അതൊക്കെ ഇവിടെ നടക്കുള്ളൂ. അവിടെ ഒരു നേതാവ് ഉണ്ടാവൂല, ആരും ഉണ്ടാവൂല. യൗമ തജിദു കുല്ല നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഖ്ലറൻ വമാ അമിലത് മിൻ സൂ. നമ്മൾ ചെയ്ത, നമ്മുടെ ആത്മാവ് ചെയ്ത ഓരോ നന്മയും തിന്മയും ഇങ്ങനെ കൊണ്ടുവരും. അവിടെ ഒരു കൃത്രിമത്വം കാണിക്കാൻ നമുക്ക് കഴിയൂല. ഇവിടെ ചെയ്ത പലതും നമ്മൾ നമ്മുടെ ഇലക്ട്രോണിക് മെഷീൻ വെച്ചിട്ട് വോട്ടിങ്ങിൽ നമുക്ക് പലതും നമുക്ക് കൃത്രിമത്വം നടക്കുന്ന നാടാ. ഇവിടുത്തെ അധികാരികൾ പോലും അതിന് കൂട്ടുനിന്നുകൊണ്ടിരിക്കുകയാണ്. കമ്മീഷൻ വരെ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരെ. വമയ്യഅ്മൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറാ വമയ്യഅ്മൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറാ. അവിടെ അത് നടക്കൂലാട്ടെ. ഇവിടെ വോട്ട് ചെയ്യാത്തവരുടെയും പേരിൽ ഇങ്ങനെ വോട്ടിങ്ങനെ വീണുകൊണ്ടിരിക്കുക. അവിടെ അങ്ങനെയല്ല. നമ്മൾ എന്താണോ അത്, അതിനപ്പുറത്തേക്ക് ഒരു വേറൊരു മണി, ഒരു അല്പം പോലും, ഒരു നുള്ള് ഇപ്പുറത്തേക്കൊന്ന് മാറ്റി വെക്കാന്ന് വെച്ചാൽ, ഒരു വോട്ട് കൂട്ടാന്ന് വെച്ചാലും നടക്കൂല. കാരണം അവിടുത്തെ കമ്മീഷണറാ ആരാണ്? യൗമ ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ ശൈആ വൽ അംറു യൗമഇദിൻ ലില്ലാഹ്. ആരും മറ്റൊരാളുടെ ഒന്നും അവിടെ സ്വാധീനിക്കാനോ അധീനപ്പെടുത്താനോ മിഷയിൽ മറ്റേ കൃത്രിമത്വം കാണിക്കാനോ ഒന്നും കഴിയില്ല. അവിടെ ആരാണ്? വൽ അംറു യൗമഇദിൻ ലില്ലാഹ്. അവിടുത്തെ വിധികർത്താവ്, കാര്യങ്ങളെ തീരുമാനിക്കുന്ന കമ്മീഷൻ അല്ലാഹുവായിരിക്കും. അവിടെ വെച്ചിട്ടാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെടുന്നത്. നമ്മളൊന്ന് ആലോചിക്കണം, ആരാണ് നമ്മുടെ പാർട്ടി? അല്ല, ഇവിടെ നമ്മളൊക്കെ സ്ഥാനാർത്ഥികളാണ്. നമ്മൾ ഓരോരുത്തരും സ്ഥാനാർത്ഥികളാണ്. നമുക്ക് കിട്ടുന്ന ഓരോ വോട്ടും എന്ന് പറയുന്നത് നമ്മുടെ കർമ്മങ്ങളാണ്. നല്ലതാണോ ചീത്തയാണോ മോശമാണോ, പറ്റിച്ചിട്ടുണ്ടോ വെട്ടിച്ചിട്ടുണ്ടോ, അല്ലേ? അതുകൊണ്ടാണ് ചെറിയ എന്തു ചെയ്തു ഒരു പുഞ്ചിരി പോലും സദഖയായി നമ്മുടെ അവിടുത്തെ വിധി നിർണായക നാളിൽ നമ്മുടെ രക്ഷയായി മാറുന്നുവെങ്കിൽ, നമ്മുടെ പുഞ്ചിരിയിൽ തന്നെ കപടത ഒളിഞ്ഞിരിപ്പുണ്ടെങ്കിൽ, മനസ്സിൽ വെച്ചുപോലെ അണപ്പല്ലിറുക്കിയിട്ട് മുൻപല്ല് കൊണ്ട് ചിരിക്കല്ലേ എന്ന് പറയാറില്ല, കപടതയുടെ ലക്ഷണം.
ഒരേ സാധനം തന്നെയാണ് ചിരി. ഒന്ന് തെറ്റായി മാറുന്നു, മറ്റൊന്ന് നന്മയായിട്ട് മാറുന്നു. ഇങ്ങനൊരു അവസരം നമുക്ക് വരാനുണ്ട് സഹോദരന്മാരെ. അതുകൊണ്ട് ഫൻദിർഹും യൗമൽ ഹസ്രതി ഇദാ ഖുദിയൽ അംർ വഹും ഫീ ഗഫ്ലത്തിൻ വഹും ലാ യുഅ്മിനൂൻ. മുഖദ്ദിമയിൽ ഓതി വെച്ചത് സൂറത്ത് തൗബയിലെ 39-ാമത്തെ വചനം. സമകാലിക സാഹചര്യങ്ങൾ വെച്ചിട്ട് ഒരു ഇലക്ഷൻ പ്രക്രിയയിൽ നമ്മൾ ഓരോരുത്തരും അനുഭവിച്ച ടെൻഷൻ, സന്തോഷത്തിൻ്റെ ആയാലും ആശങ്കയുടെ ആയാലും പ്രതീക്ഷയുടേതായാലും നമ്മൾ അനുഭവിച്ചൊരു ടെൻഷൻ, ഇത് വെച്ചിട്ട് നമ്മുടെ ഇഹപര ജീവിത വിജയത്തിൻ്റെ വിധി നിർണായകമായ ആ ദിവസത്തെക്കുറിച്ച്, നഷ്ടബോധത്തെപ്പറ്റി, നമ്മുടെ ലാഭനഷ്ടങ്ങൾ കണക്കാക്കപ്പെടുന്ന ആ സന്ദർഭത്തെ കരുതിയിരിക്കുവാൻ വിശുദ്ധ ഖുർആൻ നമ്മോട് ആവശ്യപ്പെടുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. വഹും ഫീ ഗഫ്ലത്തിൻ. എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? നമ്മുടെ ചെറിയ അശ്രദ്ധയാണ്. എന്താണ് സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു പോയത്? ചെറിയൊരു അശ്രദ്ധ. ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കേണ്ടുന്ന മൗലികമായ പലതും ചെയ്തു കൊടുക്കാതെ സ്വന്തം ദൂർത്തടിച്ച് അതിന്റെ ഫലം മുഴുവൻ സ്വന്തമായി അനുഭവിച്ചു. പിന്നെ ആ വഴിക്ക് സ്ഥാനാർത്ഥി വന്നിട്ടില്ല. അശ്രദ്ധമായിരുന്നു. താൻ ഏറ്റെടുത്ത ഉത്തരവാദിത്തത്തെ കുറിച്ച് അശ്രദ്ധനായി കളഞ്ഞു. ഇതുകൊണ്ടാണ് ഇഹലോകത്തവൻ ഈ ദുനിയാവിൽ പരാജയപ്പെട്ടു പോയതെങ്കിൽ നമ്മുടെ അശ്രദ്ധ നാളെ നമുക്ക് വലിയ നഷ്ടം വരാൻ പോകുന്ന യൗമുത്തഗാബുൻ, ഒരു തഗാബുന്റെ ദിവസം ലാഭനഷ്ടങ്ങളെ കണക്കാക്കി നമ്മുടെ അന്തിമ വിജയം. ഇവിടെ വിജയം നമുക്ക് ഈ 5 കൊല്ലം നമുക്ക് പരാജയപ്പെട്ടാലും വീണ്ടും ഒരവസരമുണ്ടായിരിക്കെ ഇനിയൊരു അവസരമില്ലാത്ത വിധി നിർണായകമായ രാവിനെ നമുക്ക് കരുതിയിരിക്കാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. കാര്യങ്ങളെ യഥാവിധി ഉൾക്കൊള്ളുവാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ഇലക്ഷൻ കഴിഞ്ഞ സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. നമ്മളെപ്പോഴും നമ്മുടെ നിറഞ്ഞ പ്രാർത്ഥനകളിൽ പടച്ചവനെ ഈ അധികാരികൾക്ക് യാഥാർത്ഥ്യങ്ങൾ തോന്നിപ്പിച്ചു കൊടുക്കാൻ, ഹക്കും ബാത്തില് പലപ്പോഴും നമുക്ക് പലതും ലഭിക്കേണ്ടുന്ന പലതും നഷ്ടപ്പെടുമാറ് സ്വാർത്ഥതയുടെ ഒരു ലോകത്ത് നമ്മുടെ മാന്യമായ അവകാശങ്ങൾ നേടിത്തരുന്ന ഒരു മനസ്സ് ഇവർക്കുണ്ടാക്കിയെടുക്കാനായിട്ട് എപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളിൽ ഉണ്ടാകണം. നമ്മുടെ നാടിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ദുലുമുകളും ഫസാദുകളും കുഴപ്പങ്ങളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒരു രാഷ്ട്രീയമായ മോശമായൊരു സാഹചര്യത്തിൽ ഇവിടുത്തെ അധികാരികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പടച്ചവനെ ഇവർക്ക് നല്ലത് തോന്നിപ്പിക്കണമേ. ഇവര് കാരണം ഈ നാടിൻ്റെ അവസ്ഥ, സാഹചര്യങ്ങൾ നന്നാവണമേ. ഈ അധികാരികൾ കാരണം ഞങ്ങൾക്ക് ശിക്ഷയായി മാറരുത്. നിന്റെ കാരുണ്യമാണിത്. ഈ കാരുണ്യം അനുഭവിക്കാൻ ഞങ്ങൾക്ക് കഴിയണമേ. ഈ അധികാരം കൊണ്ട് ഞങ്ങൾ ആക്രമിക്കപ്പെടുന്നവർ നിന്റെ കാരുണ്യം നിഷേധിക്കപ്പെട്ടവരായി മാറരുതേ എന്ന പ്രാർത്ഥനകൾ ഉണ്ടാകണം. അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറുഹു ഇന്നഹു ഗഫൂറുർ റഹീം.